ഒരു സ്ത്രീ ഏറ്റവും ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നത് അവൾ ആദ്യം പ്രഗ്നൻ്റ് ആണ് എന്നറിയുമ്പോഴാണ്. പലരും ഉപയോഗിക്കുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ UPT കിറ്റ് അഥവാ കാർഡ് ടെസ്റ്റ് ആണ്. എത്രത്തോളം റിലയബിൾ ആണ് നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് അല്ലെങ്കിൽ UPT കിറ്റ് അല്ലെങ്കിൽ കാർഡ് ടെസ്റ്റ്? ശരിക്കും ഡൗട്ടുള്ളൊരു പ്രശ്നമാണ്. ഡൗട്ടിനെക്കാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വിഷമാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ IUI ഒക്കെ ചെയ്ത് എല്ലാം ഇതൊക്കെ ചെയ്തിട്ട് ഇവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 2 ലൈനില്ലേ, അതിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ചെറിയ ലൈനില്ലേ, ഇത് ഇവർ ഭയങ്കരമായിട്ട് അങ്ങ് നോക്കും. കൂടുതൽ നോക്കുമ്പോൾ അത് തെളിഞ്ഞതായിട്ട് തോന്നും. അപ്പോൾ ഇവർ ഇത് വീക്ക്ലി പോസിറ്റീവായിട്ടൊക്കെ വിചാരിക്കും. എന്നിട്ട് എന്നെ രാവിലെ വിളിക്കും, ഡോക്ടറെ വീക്ക്ലി പോസിറ്റീവായി. ആക്ച്വലി എന്താണെന്ന് പറഞ്ഞാൽ ആ 2 ലൈനും നല്ല ഡാർക്കായിട്ട് കാണുമ്പോഴാണ് അത് പോസിറ്റീവ് എന്ന് പറയുന്നത്. ഡാർക്കായിട്ട് കാണണമെങ്കിൽ β-HCG നമ്മൾ ബ്ലഡ് ടെസ്റ്റ് 70 മുകളിൽ പോകണമെന്നാണ്. അപ്പം ഡാർക്കായിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 98% സെൻസിറ്റീവാണ്. അപൂർവമായിട്ടേ കാർഡ് തെറ്റാറുള്ളൂ. പക്ഷേ ഒരു വീക്ക് പോസിറ്റിവിറ്റി മിക്കപ്പോഴും ഈ തെറ്റ് കാണാറുണ്ട്. കുറേ കൺഫ്യൂഷനും അതിൽ വരാറുണ്ട്. ഞാനെപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു വീക്ക് പോസിറ്റീവായിട്ട് തോന്നുമോ, നിങ്ങൾ ലാബിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യൂ, β-HCG ടെസ്റ്റ് ചെയ്യൂ. അപ്പോൾ നമുക്കറിയാമല്ലോ, അതൊരു 10 മുകളിലാണെങ്കിൽ നമുക്ക് പറയാമല്ലോ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നിട്ട് പോയതാണെന്നുള്ളത്. ഈ മിസ് ചെയ്ത് കഴിഞ്ഞാൽ, പീരീഡ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിലാണ് നമ്മൾ കാർഡ് ടെസ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ യൂഷ്വലി β-HCG കണ്ടു തുടങ്ങുന്ന ഒരു 23rd ഡേ ഒക്കെ തൊട്ടാണ്, പീരീഡിൻ്റെ 23ാമത്തെ ദിവസം തൊട്ട്. ഓക്കെ. എന്നാലും നമ്മൾ പറയുന്നത് 28 ഡേയ്സ് കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് റെഗുലർ സൈക്കിളുള്ള ഒരാൾക്കാണെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. പക്ഷേ അത് ഒരു 35 ദിവസം 40 ദിവസം സൈക്കിളുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ പീരീഡ് മിസ് കഴിഞ്ഞാലും കുറച്ചധികം ദിവസം കഴിയുമ്പോഴായിരിക്കും കാണാൻ പറ്റുന്നത്.